മാന്നാർ ചാൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ വേറെ ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം ഇപ്പം ഈ ഒരു വർഷം തന്നെ ആണെങ്കിൽ 200 കോടി ക്ലബ് സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. എമ്പുരാൻ, തുടരും, അതുപോലെ തന്നെ ലോകയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പം എമ്പുരാനെ തുടരും, ഇപ്പം ലാലേട്ടൻ ചിത്രം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. പോസിറ്റീവ് വന്നാലും ആ ഒരു ഹൈപ്പ് ഉണ്ടെങ്കിലും ആ ഒരു കളക്ഷൻ കയറും എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. പക്ഷേ ലോക ശരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വന്നൊരു സിനിമയാണ്. ഹൈ പോസിറ്റീവ് റിപ്പോർട്ടോടുകൂടി ഇപ്പോൾ കല്യാണി പ്രദർശനാണ് ഈ സിനിമയിലെ നായികയായിട്ട് വരുന്നത്. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറി പറയുന്നൊരു ചിത്രം ഇത്രയും പോസിറ്റീവായിട്ട് വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ലായിരുന്നു. ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും അത്രയ്ക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ വിജയം ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമല്ലാതെ തമിഴ്നാട്, പുറത്തോട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും നല്ല രീതിക്ക് തന്നെ ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് ഉണ്ട്. അതുപോലെ തന്നെ അതാത് ഇൻഡസ്ട്രികളിലെ സിനിമകൾ റിലീസ് ചെയ്ത് അതേ സമയത്ത് തന്നെ നമ്മുടെ ലോക ഇറങ്ങിയപ്പോഴും തിയേറ്റർ ബുക്കിങ്ങിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകയ്ക്കാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുക്കിംഗ് നടക്കുന്നത്. ശരിക്കും അത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രി ഇത്രത്തോളം വളർന്നു എന്നുള്ള രീതിക്ക്. കാരണം 200 കോടി ക്ലബ്ബ് ഒരേ വർഷം ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. പണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ സിനിമ വല്ലപ്പോഴും ഒരു 100 കോടിയൊക്കെ വന്നെങ്കിലേ ഉള്ളുമായിരുന്നു. പിന്നെ അത് പതിയെ മാറി, ലാലേട്ടനിൽ നിന്ന് മാറി പിന്നെ നല്ല കണ്ടൻറ്റുള്ള സിനിമകൾ ആര് ചെയ്താലും മോളിവുഡ് ഇൻഡസ്ട്രിയിൽ 100 കോടി അടിക്കാം എന്നുള്ളൊരു സംഭവമായി. പിന്നെ അതിനുശേഷം ഇപ്പോൾ 200 ഇനിയും എനിക്കൊന്നും ഇപ്പോൾ ലോക ഇനി ഒരു 300 കോടി ക്ലബ്ബിലൊക്കെ കയറാൻ സാധ്യതയുള്ള സിനിമയാണ്. ഉറപ്പായിട്ടും ഫൈനലിനോട് അടുക്കുമ്പോൾ ഏകദേശം 300 സംതിങ് കോടി കയറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഇതേ രീതിക്ക് മുമ്പോട്ട് പോകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു 3 സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.